ഏവർക്കും നമസ്കാരം. 2024 ആണ്ട് അവസാനിക്കുവാൻ ഇനിയും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പൊലിഞ്ഞു പോകാൻ പോകുന്ന ഈ വർഷത്തെ അല്പമൊന്ന് തിരിഞ്ഞു നോക്കുക സ്വാഭാവികമാണ്. ഇത് എൻ്റെ ജീവിതത്തിലെ 74ാമത്തെ വർഷമാണ്. ഓരോരോ വർഷങ്ങളിലും ഓരോരോ പ്രത്യേകതകൾ ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട് എന്നത് അല്പം ചരിതാർത്ഥ്യത്തോടാണ് ഞാൻ ഓർക്കുന്നത്. ഈ വർഷവും അതിന് വ്യത്യാസമില്ലായിരുന്നു. എന്നാൽ സന്തോഷത്തോടെ ഏവരുമായി എനിക്ക് പങ്കിടാനുള്ളത് 2024 ഞാൻ ഓർക്കുന്നത് എൻ്റെ യൂട്യൂബ് ഇടപെടലിൻ്റെ അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെ വർഷമായിട്ടാണ്. ഒരു വർഷം മുൻപ് ഈ യൂട്യൂബ് സംഗമത്തിൽ 3000 അംഗങ്ങളും ഏതാണ്ട് 400ഓളവും 450ഓളവും വീഡിയോകളുമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു വർഷം കൊണ്ട് അത് 18,600 കടക്കുകയും 1800 പരം വീഡിയോകളുടെ ഒരു സമാഹാരമായി തീർന്ന് വളരുവാൻ ഇടയായതിൽ എനിക്കും നിങ്ങളെപ്പോലെ തന്നെ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ഇതിൽ നിങ്ങൾ വഹിച്ച പങ്ക് വലുതാണ് എന്ന് സത്യസന്ധമായി എളിമയോടെ സമ്മതിക്കാതിരിക്കാൻ വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 1800 വീഡിയോകൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 900 മണിക്കൂറുകളുടെ വീഡിയോകളാണ്. എൻ്റെ വീഡിയോകൾ ബഹുഭൂരിപക്ഷവും 30 മിനിറ്റുകളോളം നീളമുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എത്ര കുറഞ്ഞാലും 800 മണിക്കൂറുകളെങ്കിലും ദൈർഘ്യമുള്ള വീഡിയോകൾ ആകത്തുക നോക്കുമ്പോൾ അതൊരു നിസ്സാരമായ ഒരു അധ്വാനമല്ല എന്ന് ഏവർക്കും തിരിച്ചറിയാവുന്നതാണ്. അത് സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ജീവിത സായാഹ്നത്തിൽ ആരുടെ സഹായമില്ലാതെ നിർവഹിക്കുക വാസ്തവത്തിൽ ചിന്തിക്കാൻ പോലും വയ്യാത്തൊരു കാര്യമാണ്. ഇപ്രകാരം ഇതിൻ്റെ വിഭവങ്ങൾ വർദ്ധിക്കുമെന്ന് ഒരിക്കൽ പോലും ഞാൻ കരുതിയിരുന്നില്ല. ഇത്രമാത്രം ഈ കൂട്ടായ്മയുടെ അംഗങ്ങൾ വളരുമെന്ന് അല്ലെങ്കിൽ അംഗത്വം വളരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നാൽ, എന്നാൽ പ്രതീക്ഷയ്ക്കപ്പുറത്ത് ഈ ഒരു അനുഭവം വളരുകയും അർത്ഥവത്തായി തീരുവാനും ഇടയായെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നിങ്ങൾക്ക് അർഹതയുള്ളതാണ്. നിങ്ങൾ വേണ്ടതുപോലെ താല്പര്യം ഇതിൽ കാണിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പലരും കണ്ട വീഡിയോകൾ അർത്ഥവത്താണ് എന്ന് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്ത് അവരെ പരോക്ഷമായെങ്കിലും ഈ സംഗമത്തിൽ ഈ കൂട്ടായ്മയിൽ പങ്കാളികളാക്കുവാൻ പ്രേരിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എന്നല്ല, തീർച്ചയായും ഈ സംഗമം, ഈ കൂട്ടായ്മ കൈവരിച്ച നേട്ടം, കൈവരിച്ച വിജയം പ്രാപിപ്പാൻ ഒരു കാലത്തും സാധ്യമല്ല. എന്നാൽ ഞാൻ എന്തുകൊണ്ട് ഈ സംരംഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നതിനെപ്പറ്റി ഒരു ചെറിയ വിശദീകരണം നൽകേണ്ട ആവശ്യമുണ്ട്. കാരണം നാം പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും തെറ്റിദ്ധാരണകൾ വിളിച്ചു വരുത്തുവാൻ ഇടയാകുന്നത് കൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശവും ഇതിനെ നിലനിർത്തുന്ന പ്രേരണാശക്തിയും എന്താണ് എന്ന് അല്പം ഒന്ന് സൂചിപ്പിക്കേണ്ട കടമയുണ്ട്. സൂചിപ്പിച്ചാലും ദോഷൈക ദൃക്കുകൾ അത് അവഗണിച്ച് അവർ പാടുന്ന പാട്ട് പാടിക്കൊണ്ടേയിരിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും എൻ്റെ സൈഡിൽ നിന്ന് പറയാനുള്ളത് ഈ സമയത്ത് ഞാൻ അല്പം വെളിപ്പെടുത്തുകയാണ്.
പല ആളുകളും വിചാരിക്കുന്നത് ഞാനൊരു യൂട്യൂബറാണ്, എൻ്റെ വരുമാനത്തിന് വേണ്ടിയാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഞാൻ സത്യമായി നിങ്ങളോട് പറയട്ടെ, ഈ സംഗമത്തിൽ കൂടെ എനിക്ക് വരുമാനം ഉണ്ടാകുന്നുവെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ലജ്ജിക്കുന്നില്ല. കാരണം അധ്വാനിക്കുന്നവൻ അവൻ്റെ അധ്വാനത്തിൻ്റെ പ്രതിഫലത്തിന് അർഹനാണ് എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ ലജ്ജിക്കേണ്ടതാരാണ്? അധ്വാനിക്കാതെ മറ്റുള്ളവൻ്റെ വിയർപ്പ് കൊണ്ട് ആർഭാടത്തിൽ ജീവിക്കുന്നവരാണ് തലയിൽ മുട്ടിട്ടോട് നടക്കുന്നത്. ഞാൻ നന്നേ അധ്വാനിച്ചിട്ടാണ് കഴിഞ്ഞ അരനൂറ്റാണ്ട് ജീവിച്ചിട്ടുള്ളത്. എന്നേക്കാൾ കൂടുതൽ അധ്വാനിക്കുന്നവരായ അനേകം ആളുകൾ കേരളത്തിലുണ്ടാവില്ല. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത് ഞാനൊരു അവകാശവാദമായിട്ടല്ല, ഒരു വസ്തുതപരമായ ഒരു പ്രസ്താവന നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വന്തം അധ്വാനത്തിൽ കൂടെ എന്തെങ്കിലും പ്രതിഫലമുണ്ടായാൽ അതിനെപ്പറ്റി ലജ്ജിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കുന്ന പരിപാടിയില്ല. എന്നാൽ ഞാൻ സത്യമായി നിങ്ങളോട് പറയട്ടെ, എനിക്ക് പണം ഉണ്ടാക്കാനാണെങ്കിൽ ഇതല്ല ഏറ്റവും നല്ല മാർഗം. എൻ്റെ അനുഭവ സമ്പത്തും അറിവും വെച്ച് കേരളത്തിൽ യൂട്യൂബിൽ കൂടെ ഉണ്ടാക്കുന്നതിനേക്കാൾ 100 മടങ്ങ് ആദായം ഉണ്ടാക്കാൻ എനിക്കറിയാം, അതിനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് ലളിതമായി ഞാൻ എവരെയും അറിയിച്ചോളൂ. അതല്ല ഇതിനത്തെ പ്രശ്നം. ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ, മരിക്കുന്നതിന് മുമ്പേ ശവമായി തീരാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്. തികച്ചും വ്യക്തമായ ഒരു സെൽഫിഷ് മോട്ടീവ്, സ്വാർത്ഥത തിങ്ങി നിൽക്കുന്ന ഒരു ലക്ഷ്യം ഈ ഒരു സംരംഭത്തിൻ്റെ പുറകിലുണ്ട് എന്ന് വെളിപ്പെടുത്താതിരിക്കാൻ സാധ്യമല്ല. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അല്പം ഒന്ന് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുകയാണ്. പലരും അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ജീവിതം പാഴാക്കി കളയുകയാണ്. അത് പല വിധത്തിലുണ്ട്. പക്ഷെ പ്രധാനമായും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നാം ജീവിതത്തിൽ ഒന്നിനെ പറ്റിയും ഒരു നിലപാടെടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ അറിവുകളും കൺവിക്ഷൻസും അനുസരിച്ച് നമ്മുടെ നീതിബോധം, സത്യത്തെ പറ്റിയുള്ള നമ്മുടെ ആ പ്രതിപത്തി, സഹജീവികളെ പറ്റിയുള്ള കരുതൽ, പൊതുവായ അവസ്ഥകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അധപ്പതനങ്ങളെ പറ്റിയുള്ള നാം അനുഭവിക്കുന്ന വിമിഷ്ടങ്ങൾ, ഇവയൊക്കെ പരിഗണിച്ച് നാം ഇതുവരെയും ശവങ്ങളായി തീർന്നിട്ടില്ല എന്നതുകൊണ്ട്, നമ്മൾ ജീവനുള്ളത് കൊണ്ട്, നാം ജീവിച്ചിരിക്കുന്നെങ്കിൽ നമ്മുടെ പരിമിതമായ സാഹചര്യത്തിൽ എങ്കിലും അല്പം മേൽത്തരമായ അവസ്ഥ ഉണ്ടാകണം. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അധപ്പതനത്തിന് തടയിടണം എന്ന ഒരു ആഗ്രഹം ഉള്ളിൽ അനുഭവിക്കാത്ത ആരും ഉണ്ടാവില്ല, മുഴുഭ്രാന്തന്മാർ ഒഴിച്ച്. നാം ആരും ആ മുഴുഭ്രാന്തിൻ്റെ അവസ്ഥയിലല്ലല്ലോ. സ്തോത്രം. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, ബഹുഭൂരിപക്ഷം ആളുകളും അവർ ഉള്ളിൽ അനുഭവിക്കുന്ന നീതിബോധം, സത്യത്തെ പറ്റിയുള്ള വാഞ്ച, അവരുടെ തന്നെ ആത്മാഭിമാനം, സാഹചര്യങ്ങൾ മെച്ചപ്പെടണമെന്നുള്ള അവരുടെ നല്ല ആഗ്രഹം, ഇവയെ ശ്വാസം മുട്ടിച്ച് ഒരു വിധത്തിലും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ധൈര്യം കാണിക്കാതെ, അല്ലെങ്കിൽ കൂട്ടാക്കാതെ, മടി കൊണ്ടാകാം, ഭീരുത്വം കൊണ്ടാകാം, അങ്ങനെ എന്തെങ്കിലും ഒരു നിലപാടെടുത്താൽ തിരിച്ചടി ഉണ്ടാകുമോ, ഇപ്പം സ്വഭാവപരമായി പറഞ്ഞാൽ അച്ഛൻ കോപിക്കുമോ, മെത്രാൻ കണ്ണ് ഉരുട്ടുമോ എന്ന് പേടിച്ച് സ്വന്തം മനസാക്ഷിയെ മരവിപ്പിച്ച് കഴിയുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, അതാണ് എനിക്ക് വളരെ വിനീതമായ എവിടെ പരിഗണനയ്ക്ക് സമർപ്പിക്കാം. നാം ഇങ്ങനെ വിറങ്ങലിച്ച് കഴിഞ്ഞു കൂടുകയാണ്. യേശു പറഞ്ഞ മനുഷ്യർക്ക് വേണ്ടത് സമൃദ്ധമായ ജീവനാണ്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എങ്ങനെയാണ് ഇങ്ങനെ ഒന്നിനോടും പ്രതികരിക്കാതെ, ഒന്നും കണ്ടിട്ടും അത് മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ, അല്ലെങ്കിൽ ധൈര്യപ്പെടാതെ, ഒരു നിലപാടും എടുക്കാതെ, ഞാൻ ജീവനുള്ള വ്യക്തിയാണോ അതോ ശവമാണോ എന്ന വ്യത്യാസം പോലും മറ്റുള്ളവർക്ക് അറിയാൻ കഴിയാത്ത വിധത്തിൽ ഇങ്ങനെ ചെതൽപ്പുറ്റ് പോലെ ഇരുന്നാൽ
എങ്ങനെയാണ് നാം യഥാർത്ഥത്തിൽ സമർത്ഥമായ ജീവൻ പോട്ടെ നാം ജീവിക്കുന്നു എന്നതിന് പോലും തെളിവില്ല. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ ബലം, ദ ഫോഴ്സ്, അതിൻ്റെ പവർ എപ്പോഴാണ് അറിയുന്നത്? സാഹചര്യങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ്. നമുക്ക് സാഹചര്യങ്ങളോട് രണ്ട് വിധത്തിൽ പ്രതികരിക്കാം. ഒന്ന്, ഒഴുക്കിനനുസരിച്ച് നീന്താം. അതാണ് ഏറ്റവും ഉചിതമായ ഒരു സമീപനമെന്ന് ധരിക്കുന്ന ആളുകളാണ് കൂടുതൽ. അങ്ങനെയുള്ളവരെ പറ്റിയാണ് യേശു പറഞ്ഞത്, വിശാലമായ വഴിയെ നടക്കാൻ താല്പര്യമുള്ളവർ. അവരുടെ യാത്രയെന്ന് അവസാനിക്കുന്നത് നിത്യമായ നാശത്തിലായിരിക്കുമെന്ന് യേശു പറഞ്ഞു. എന്നാൽ വളരെ ചുരുക്കം ചില ആളുകൾ ഇടുങ്ങിയ വഴിയിൽ കൂടെ നടക്കും. അത് ഒഴുക്കിനെതിരെ നീന്തുന്നവരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഈ ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറഞ്ഞാൽ? സംഘടിതമായ താല്പര്യങ്ങളെ എല്ലാ മേഖലകളെയും അടക്കി വാഴുന്നു. സഭയാണെങ്കിൽ സഭ, രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയം, സ്ഥാപനമാണെങ്കിൽ സ്ഥാപനം, സമൂഹമാണെങ്കിൽ സമൂഹം, ഇവിടെയൊക്കെയും സംഘടിതമായ സ്ഥാപിത താല്പര്യങ്ങൾ കൊടികുത്തി വാഴുകയാണ്. അതിൻ്റെ ഇരകളായി അനേകം ആളുകളുണ്ട്. നാം അവരെ കാണുമ്പോൾ യേശു പറഞ്ഞ നല്ല ശമരിയക്കാരുടെ ഉപമയിൽ മുറിവേറ്റ് കിടന്ന മനുഷ്യനെ കാണുമ്പോൾ മുഖം തിരിഞ്ഞ് നടന്നു പോകുന്ന പുരോഹിതനും ലേവ്യനുമുണ്ട്. അവരെ പോലെയാണ് നാം ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന ആളുകൾ അവർ ജീവിച്ചിരിക്കുന്നുവോ മരിച്ചിരിക്കുന്നുവോ എന്ന് പോലും അറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു പുസ്തകം ദി അനാറ്റമി ഓഫ് ഹ്യൂമൻ ഡിസ്ട്രക്റ്റീവ്നെസ് എന്ന പുസ്തകമാണ്. എറിക് ഫ്രോം എന്ന എഴുത്തുകാരൻ. അതിൽ ഒരു സംഭവം അദ്ദേഹം സൂചിപ്പിക്കുന്നു. 10ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ദിവസം ഒരു ബ്ലേഡ് എടുത്ത് അവരുടെ ഇടത്തെ കൈയിലെ ആർട്ടറി മുറിച്ചു കളഞ്ഞു. രക്തം ചീറ്റി ഒലിക്കുകയാണ്. ഭാഗ്യത്തിന് അവളുടെ അമ്മയെ അത് കണ്ടിട്ട് അവളെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അവളുടെ അത്യാഹിതം എമർജൻസി ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിനെ വിളിച്ച് അവളുടെ പ്രശ്നം ഇവൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാനായി ഹോസ്പിറ്റൽ അധികാരികൾ നിശ്ചയിച്ചു. അപ്പോൾ സൈക്യാട്രിസ്റ്റ് അദ്ദേഹം വളരെ ശ്രദ്ധയോടെ ഈ പെൺകുട്ടിയുമായി ഇൻട്രാക്ട് ചെയ്തപ്പോൾ ആ പെൺകുട്ടി താൻ എന്തുകൊണ്ടാണ് ഈ അതിക്രമം ചെയ്തത് എന്നതിൻ്റെ വിശദീകരണം ആ മനഃശാസ്ത്രജ്ഞന് കൊടുത്തത് എന്താണ് എന്ന് എറിക് ഫ്രോം ആ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. അവൾ എന്താ പറഞ്ഞത്? ഞാൻ 35 വർഷങ്ങൾക്ക് മുൻപ് വായിച്ച പുസ്തകത്തിലെ ഈ വാക്കുകൾ ഇപ്പോഴും തീയിൽ കുറിച്ചതുപോലെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അവൾ ആ മനഃശാസ്ത്ര ഡോക്ടറോട് പറഞ്ഞത്, എൻ്റെ രക്തം കണ്ടിട്ടെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നൊരു പ്രതീതി എനിക്കുണ്ടാകണം. അറ്റ്ലീസ്റ്റ് ബൈ സീയിങ് മൈ ബ്ലഡ് I wanted to reassure myself that I am still alive and not dead എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ഇത് മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഇതേ അവസ്ഥ മനുഷ്യൻ്റെ മതജീവിതത്തിൽ ഉണ്ടാകുമെന്ന് സർദീസിലെ സഭയ്ക്കുള്ള വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2ാം അധ്യായത്തിൽ സർദീസിലെ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ, നീ ജീവിച്ചിരിക്കുന്നു എന്ന പേര് നിനക്കുണ്ട് എങ്കിലും നീ മൃതപ്രായനാണ്. യു ഹാവ് ദ നെയിം ഓഫ് ബീങ് അലൈവ് ബട്ട് യു ആർ ഡെഡ്. ആ അവസ്ഥ എന്താണ്? ഒന്ന് കണ്ടാലും പ്രതികരിക്കുക, ഒന്ന് കണ്ടാലും മനസ്സിലായി എന്ന് പോലും നടിക്കുകയില്ല. സ്വന്തം സൗകര്യം മാത്രം അനുസരിച്ച് എനിക്കാരുടെയും അതൃപ്തി പ്രാപിച്ചിട്ട് അതൊരു കാര്യമില്ല. ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന അനീതി നടക്കുന്നു, അസത്യം അങ്ങനെ അവിടെ നൃത്തം ചെയ്യുന്നു, അതൊന്നും എൻ്റെ പ്രശ്നമല്ല, അത് നോക്കാൻ വേറെ ആളുകൾ, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ജീവിതം, അതിൻ്റെ അവസ്ഥ എന്താണ്? അത് വളരെ പരിതാപകരമല്ലേ? എനിക്ക് ഇംഗ്ലീഷ് ഭാഷയിലുള്ള വാക്കുകളിൽ വളരെയധികം താല്പര്യമുള്ളൊരു വാക്കാണ് വൈറ്റാലിറ്റി എന്നുള്ളത്. വൈറ്റാലിറ്റി. നാം ജീവിക്കുമ്പോൾ വൈറ്റാലിറ്റി ഉള്ളവരായി ജീവിക്കണം. അതാണ് യേശു പറയുന്നത്, നിങ്ങൾ ഉപ്പാണ്, ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പിൻ്റെ കാരം പോയാൽ പിന്നെ അതിന് എന്ത് പ്രയോജനം? കാരമില്ലാത്ത ഉപ്പുകളായി, സോൾട്ട് ദാറ്റ് ഹസ് ലോസ്റ്റ് ഇറ്റ്സ് സോൾട്ടിനെസ്. അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ അധപ്പതനം, അന്ധകാരം കൂടുതൽ വർദ്ധിക്കുന്നത്. ഈ അനീതി ചെയ്യുന്നവർ, അക്രമം ചെയ്യുന്നവരെ മാത്രം പഴച്ചിട്ട് കാര്യമില്ല. അനീതിയും അക്രമവും അസത്യത്തിൻ്റെ നഗ്നതാണ്ഡവും കണ്ടില്ല എന്ന് നടിച്ച് മുഖം തിരിഞ്ഞ് നടക്കുന്ന ആളുകൾ അത് ചെയ്യുന്ന ആളുകളെ പോലെ തുല്യമായ കുറ്റവാളികളാണ് എന്നതാണ് എൻ്റെ സത്യം. അതുകൊണ്ട്
ഞാൻ ഓരോ സംഭവങ്ങളോടും സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുനിഷ്ഠമായി എനിക്കറിയാവുന്ന വിധത്തിൽ യേശുവിൻ്റെ പഠിപ്പീരുകളെ അറിഞ്ഞും ആദരിച്ചും മാനിച്ചും അതിനനുസരിച്ചും സാഹചര്യങ്ങളോടും വ്യക്തികൾ പ്രത്യേകിച്ച് ചുമതലയിലിരിക്കുന്ന ആളുകൾ മനഃപൂർവ്വം വരുത്തുന്ന വീഴ്ചകളെ പറ്റിയും മനസ്സില്ലാതെ മനസ്സോടെ ആണെങ്കിലും പ്രതികരിക്കുന്നത് അത് എൻ്റെ നന്മയ്ക്കാണ് എന്ന് വിചാരിച്ചോളൂ. എനിക്ക് ഒരു ശവമായി ജീവിക്കുവാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്, മനസ്സില്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെയാണ് നാം മരിച്ചിട്ടില്ല എന്ന് നമുക്ക് അല്പം ഒരു തോന്നലുണ്ടാകുന്നു. എന്നാൽ എന്ത് കണ്ടാലും അതെന്നെ ബാധിക്കുന്നില്ല. എൻ്റെ ചുമതലയല്ല. എൻ്റെ ആകെപ്പാടെയുള്ള ചുമതല രാവിലെ എഴുന്നേൽക്കുക, 3 നേരം ആഹാരം കഴിക്കുക, ഉറങ്ങുക എന്നതാണെങ്കിൽ ആ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, ഉള്ളടക്കം എന്താണ് എന്നത് നാം ചിന്തിക്കേണ്ടതാണ്. എന്നാൽ നാം ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ അതിൽ സ്വാർത്ഥത മാത്രമാകരുത് എന്നത് ഞാൻ 2 കൈയും കൂപ്പി സമ്മതിക്കുന്നു. അങ്ങനെ നാം പ്രതികരിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം മറ്റുള്ളവർക്കാകണം, സമൂഹത്തിനാകണം, സഭകൾക്കാകണം. എന്നാൽ അതേസമയം തന്നെ ദൈവം നിർമ്മിച്ചാക്കിയിരിക്കുന്ന ഈ ഒരു പ്രത്യേക വ്യവസ്ഥിതിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? നാം മറ്റുള്ളവർക്ക് നന്മ വരണം എന്ന് വിചാരിച്ച് സ്വന്തം സുരക്ഷിതത്വത്തെ പോലും പണയപ്പെടുത്തി അധ്വാനിക്കുമ്പോൾ, നിലപാടെടുക്കുമ്പോൾ, ഇടപെടലുകൾ നടത്തുമ്പോൾ നാം പൂർവാധികമായി അനുഗ്രഹിക്കപ്പെടും. അതേസമയം എനിക്ക് അനുഗ്രഹം വേണം എന്ന് മാത്രം ലാക്കാക്കി പ്രവർത്തിച്ചാൽ നമുക്കും അനുഗ്രഹം ഉണ്ടാകുകയില്ല, മറ്റുള്ളവർക്കും അനുഗ്രഹം ഉണ്ടാകുകയില്ല. നമുക്കും ജീവൻ ഉണ്ടാകുകയില്ല, മറ്റുള്ളവർക്കും ജീവൻ ഉണ്ടാകുകയില്ല. ഇത് യേശുവിൽ നിന്ന് ഞാൻ പഠിച്ച വലിയ ഒരു പാഠമാണ്. യേശു എന്തുകൊണ്ട് ജീവന്റെ വെളിച്ചമായി കഴിഞ്ഞ 2000 വർഷങ്ങളിൽ അറിയപ്പെട്ടു എന്ന് ചോദിച്ചാൽ, സ്വന്തം ജീവനെ മറന്ന് പണയപ്പെടുത്തി മറ്റുള്ളവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനുമായി യേശു പ്രവർത്തിച്ചപ്പോൾ, നിലവിലിരുന്ന മതപരമായ അധപ്പതനങ്ങൾക്ക് എതിരെ ക്രിയാത്മകമായി ഇടപെട്ടപ്പോൾ, അനീതിയിലും അക്രമത്തിലും അതിൻ്റെ ഇരയായിരുന്ന ആളുകൾക്ക് പ്രത്യാശയും പ്രചോദനവും നൽകുവാൻ സ്വയം മറന്ന് അധ്വാനിച്ചപ്പോൾ അവൻ്റെ വ്യക്തിത്വം ആകാശം പോലെ വളരുകയും ഭൂമിയുടെ ധന്യതയുടെ അവസാന വാക്കായി ആ വ്യക്തിത്വം വളരുകയും ചെയ്തു. അത് കണ്ടിട്ട് ഞാൻ എങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾ ദയവായി പറഞ്ഞു തരും. പിന്നെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ചെയ്യുന്നൊരു വിശേഷമായ കാര്യം, കസേരയിലിരിക്കുന്നവർക്ക് ഏത് കാടത്തരവും, ഏത് അധർമ്മവും, ഏത് അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയും ചെയ്യാം. അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്തു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പൊറുക്കാനാവാത്ത തെറ്റ് എന്നൊരു ധാരണ. പ്രത്യേകിച്ച് പുരോഹിതവർഗത്തിൻ്റെ അടിമകളായി മാത്രം പരിശീലിപ്പിക്കട്ടെ ക്രിസ്ത്യാനിക്കുണ്ട്. ഇതാണ് ലോകത്തിലെ ഏറ്റവും ലജ്ജാകരമായ അവസ്ഥ. ചില ആളുകൾക്ക് എന്തും ചെയ്യാം, പക്ഷെ അങ്ങനെ ചെയ്തു എന്ന് പറയരുത്. പറഞ്ഞാൽ പോയി. അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് ചുമതലയിരിക്കുന്ന ആളുകൾ സാധാരണ ആളുകളെക്കാൾ ഏറ്റവും ആദർശപരമായി, ഏറ്റവും പരിശുദ്ധമായ ഉദ്ദേശത്തോടുകൂടെ, അച്ചടക്കത്തോടെ പ്രവർത്തിക്കണം. കാരണം അവരുടെ പ്രവൃത്തിയുടെ ഫലം അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, അത് മറ്റുള്ളവരെയും ബാധിക്കുമെന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന് അപമാനവും നഷ്ടവും പോറലും മങ്ങലുമേൽപ്പിക്കാൻ ലോകത്തിൽ ആർക്കും അവകാശം നൽകിയിട്ടില്ല. മറ്റുള്ളവരുടെ ക്ഷേമത്തിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് കസേര പിടിച്ചിട്ട് അതിൽ കയറിയിരുന്ന് അതിനെ നാറ്റിക്കുന്ന പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഏറ്റവും വ്യക്തമായ ഭാഷയിൽ സന്ധിയില്ലാതെ അവർ ചെയ്യുന്നത് എന്ത് എന്ന് സത്യത്തിൽ വിളിച്ചു പറയേണ്ട കടമ എനിക്ക് മാത്രമല്ല, മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന, സ്വന്തം അഭിമാനത്തിൽ വിശ്വസിക്കുന്ന, ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നു, ഞാൻ ശവമല്ല എന്ന് വിശ്വസിക്കുന്ന ഏവർക്കുമുണ്ട് എന്നത് 2024 എൻ്റെ അനുഭവത്തിൻ്റെ ആകെത്തുകയിൽ നിന്ന് ഞാൻ എവരോടും സാക്ഷീകരിക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായി പങ്കിട്ട പല വീഡിയോകളെ പറ്റിയും പലർക്കും വിമ്മിഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. അവർ സത്യസന്ധമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാനത് പ്രതികരിച്ചിട്ടുണ്ട്. ആ ഒരു സമീപനം തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതല്ല. എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? നന്മയുടെ സാധ്യതകൾ, മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം എന്ത് എന്ന് തിരിച്ചറിയത്തക്കവണ്ണം
അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ എന്ത് എന്ന് വെളിപ്പെടുത്തുവാൻ, എല്ലാവരുടെയും ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന സാധ്യതകൾ, മറഞ്ഞിരിക്കുന്ന നിധികൾ എന്ത് എന്ന് ഏവർക്കും തിരിച്ചറിയാനുള്ള ആവശ്യവും അവകാശവും ഉണ്ട്. അത് യാഥാർത്ഥ്യമായി തീരത്തക്കവണ്ണം ഏതെല്ലാം വിധത്തിൽ എനിക്ക് എന്തെങ്കിലും വല്ല സംഭാവനയും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഊണും ഉറക്കവുമില്ലാതെ ആ സംഭാവനകൾ തുടർന്ന് ചെയ്യുവാൻ എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് സത്യമായി ഞാൻ ഈ ഒരു സംരംഭത്തിൽ ഉറച്ച് നിൽക്കുന്നത്. ഇതിൽ എൻ്റെ പ്രതീക്ഷയെ കവച്ചു വെച്ച് അനേകം ആളുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അനേക വിദേശ രാജ്യങ്ങളിൽ നിന്ന് വളരെ താല്പര്യത്തോടും പ്രതീക്ഷയോടും കൂടെ അനുദിനം പങ്കെടുക്കുന്ന സഹോദരന്മാരെ എൻ്റെ ജീവന്റെ ഭാഗമായി ഞാൻ കാണുകയും വിലമതിക്കുകയും ചെയ്യുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ ഒരു ദൗത്യത്തിൻ്റെ സക്രിയ പങ്കാളികളാണ്. നാം ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കെടുക്കുകയാണ്. ഇതിൽ നിങ്ങൾ നൽകുന്ന സംഭാവനകൾ വളരെ വളരെ വിലയേറിയതാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ട് ഞാൻ 2025 നോക്കുന്നത് വലിയ പ്രത്യാശയോടുകൂടെയാണ്. എന്നാൽ അതേസമയം ശാരീരികമായി എൻ്റെ ബലഹീനതകൾ, പ്രത്യേകിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ 2024 2025 വളരെ കൂടുതൽ ഉണ്ടായിരിക്കും എന്ന് എനിക്കിപ്പോൾ വ്യക്തമായിട്ടറിയാം. ഇങ്ങനെയുള്ള വെല്ലുവിളികൾ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പലരും എന്നോട് ഉപദേശിച്ചിട്ടുണ്ട്, ഒരു ദിവസം എന്തിനാണ് 3 വീഡിയോ ചെയ്യുന്നത്, 4 വീഡിയോ ചെയ്യുന്നത്? അതിനൊരു കാര്യമുണ്ട്, അതിനൊരു യുക്തിയുണ്ട്. എത്ര നാൾ ഈ അധ്വാനം ഇതേ തോതിൽ മുൻപോട്ട് കൊണ്ടുപോകാം എന്നതിനെപ്പറ്റി എനിക്കൊരു തിട്ടമില്ല. അതുകൊണ്ട് 2025 ഞാൻ ഇല്ലാതായിത്തീരുമെന്നല്ല ഞാൻ ഈ പറയുന്നത്. ഭാവിയുടെ അധികാരം ദൈവത്തിൻ്റെ കയ്യിൽ മാത്രമാണ്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഓരോ വർഷം കഴിയും തോറും നമ്മുടെ അധ്വാനത്തിൻ്റെ തോത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധ്വാനിക്കാവുന്ന സമയത്ത് എത്രമാത്രം നല്ല പ്രവൃത്തികൾ ചെയ്യാമോ, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി എന്തെല്ലാം സമ്പത്ത് സംഭാവന ചെയ്യാമോ, അതിൻ്റെ പൂർണ്ണ തോതിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നതിനപ്പുറത്ത് ഒരു സന്തോഷമോ ഒരു ധന്യതയോ എനിക്ക് വിഭാവന ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് പല ആളുകളും ഇതിനെപ്പറ്റി വിമിഷ്ടം പ്രകടിപ്പിച്ചിട്ടും അവരോട് സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നിട്ടും അവരുടെ ഉപദേശങ്ങളെ മറുതലിച്ചു എന്ന് അവർക്ക് തോന്നിക്കാവുന്ന വിധത്തിൽ ഞാൻ കൂടുതൽ വീഡിയോകൾ ചെയ്യുകയും പങ്കിടുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 1800 വീഡിയോകൾ ചെയ്യാൻ ഓർത്ത് ഞാൻ യഥാർത്ഥത്തിൽ അത്ഭുതത്തോടുകൂടെ അതിനിടയാക്കിയ സർവശക്തനെ സ്തുതിക്കുന്നു, എൻ്റെ നന്ദി കരയറ്റുന്നു. നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി ഈ സമയത്ത് കൈകൂപ്പി അനുഭവിക്കുന്നു, അറിയിക്കുന്നു, സമ്മതിക്കുന്നു. അതുകൊണ്ട് ദയവായി ഈ വരുന്ന നാളുകളിൽ നിങ്ങൾ പൂർവാധികമായ താല്പര്യത്തോടെ സക്രിയമായി ഈ സംരംഭത്തിൽ പങ്കെടുക്കും എന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അതൊരപേക്ഷയായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. വീണ്ടും ഞാൻ പറയുന്നു, ഈ യൂട്യൂബ് കൂട്ടായ്മയുടെ വളർച്ചയിൽ നിങ്ങൾ വഹിച്ച പങ്ക്, നിങ്ങൾ നൽകിയ സംഭാവന, അത് വേണ്ടതുപോലെ വിലയിരുത്തുവാൻ, അതിൻ്റെ തോതനുസരിച്ച് നിങ്ങൾക്ക് നന്ദി പറയുവാൻ എൻ്റെ കയ്യിൽ ഭാഷയില്ലാത്തത് കൊണ്ട് എൻ്റെ പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കി എൻ്റെ ഈ എളിയ വാക്കുകൾ സ്വീകരിക്കുകയും ഈ ഒരു സംരംഭത്തിൽ എൻ്റെ സഹയാത്രികരായി അന്ത്യം വരെയും ഉണ്ടായിരിക്കണം എന്നും അപേക്ഷിച്ചുകൊണ്ട് 2025 ഏവരുടെയും ജീവിതത്തിൽ പൂർവാധികമായി അർത്ഥവത്തായി തീരണം. അതാണ് എൻ്റെ പ്രാർത്ഥന. അർത്ഥവത്തായി ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ. നാം ഓരോ ദിവസവും ജീവിക്കുമ്പോൾ സന്ധ്യാസമയത്ത് നമ്മെ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ അല്പം ഒരു അഭിമാനം, ഇന്ന് ഈ ദിവസം അർത്ഥവത്തായി എനിക്ക് ജീവിക്കുവാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് നമ്മുടെ ജീവിതത്തെപ്പറ്റി അല്പം സന്തോഷം അനുഭവിപ്പാൻ നമുക്കിടയാകുമെങ്കിൽ ഒരു വലിയ ധന്യതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്രകാരമുള്ള ധന്യതയാണ് എന്നോട് സഹകരിക്കുകയും എന്നെ സ്നേഹിക്കുകയും ഈ സംരംഭത്തിൽ എൻ്റെ കൈത്താങ്ങായി എപ്പോഴും കൂടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നേരുന്നത്. അത് ഈ വർഷം മുഴുവനും നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയംഗമമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരു വാക്കുകൂടെ
നാളെ മുതൽ, അതായത് ജാനുവരി 1 മുതൽ സക്രമെന്റ് എന്നാൽ എന്ത് എന്നതിനെപ്പറ്റി 3-4 വീഡിയോകൾ ചെയ്ത് നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ 3 വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞു. ഒരുപക്ഷെ ഒരു വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. അത് നാളെയും മറ്റന്നാളും അടുത്ത 2 ദിവസങ്ങളിലും എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ലഭ്യമാണ്. ഈ വീഡിയോകൾ നിങ്ങൾ തുടർച്ചയായി കണ്ട് അതിൻ്റെ ഉള്ളടക്കത്തെ പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങളുടേതായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരണമെന്ന് ഏവരോടും വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾ ചുരുക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം.